ഹലോ, വെൽക്കം ബാക്ക് ടു ഫ്ലേവേഴ്സ് ഓഫ് ഉമ്മി. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ നമ്മൾ ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസാലാസ് യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്. അപ്പോൾ ശ്രദ്ധിക്കുക, മസാലാസ് കൂടി പോകരുത്. കാരണം നമ്മളിന്ന് ബിരിയാണീൻ്റെ മസാലയിലും സ്പൈസസൊക്കെ ഇടുമല്ലോ, അപ്പോൾ ഓവറായി പോകരുത്. അപ്പോൾ കുറച്ച് മതി, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ആ ഒരു മസാല കേട്ടോ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ ചെമ്മീനെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ, മാരിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു 15 മിനിറ്റൊക്കെയാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷാലോ ഫ്രൈ മതി, അപ്പോഴേ റിയൽ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഫ്രൈ ചെയ്തു, അങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചെമ്മീൻ ബിരിയാണി വെക്കുമ്പം ചെറിയ ചെമ്മീൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളെടുത്തിട്ടുള്ളതൊരു മീഡിയം സൈസാണ് കേട്ടോ. എന്ന് വെച്ചിട്ട് വലിയ ചെമ്മീൻ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കരുത് എന്നല്ല, പക്ഷേ ചെറിയ ചെമ്മീനാകുമ്പം ഒന്നും കൂടിയും ഫ്ലേവർ കൂടും. അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് ചെമ്മീനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് സവാളാസിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അളവൊന്നും നമ്മളിതിൽ പറയുന്നില്ല, കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിനെ പേസ്റ്റ് ആക്കിയിട്ട് അതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഗരം മസാലയാണ് കേട്ടോ. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ്, കടയത്തത് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഗരം മസാല ആഡ് ചെയ്തു. പിന്നെ ബിരിയാണി മസാല, അത് രണ്ടും ചേർക്കണേ. ബിരിയാണി മസാല നമ്മൾ സൂപ്പർ നോവൻ്റെ ബിരിയാണി മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന, പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീന് കൂടി ഇട്ടു. പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ഉപ്പ് നോക്കിയിട്ട് അതും കൂടിയും പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇത്രയും മതി കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പാകത്തിനുള്ള തൈര്, എല്ലാ ബിരിയാണിക്കും ചേർക്കുന്ന പോലെ തന്നെ തൈരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മസാല റെഡി. ഇനി ഒന്നും ചേർക്കാനില്ല കേട്ടോ. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ആക്കിയെടുക്കണം. ചോറ് എല്ലാവരും 2 ടൈപ്പായിട്ട് ആക്കിയെടുക്കാറുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നെയ്ച്ചോറായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്, പിന്നെ ചിലവർ ഊറ്റിയെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നെയ്ച്ചോറായിട്ട് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി നമുക്കറിയാമല്ലോ, അരി എടുക്കുന്നതിൻ്റെ ഡബിളായിട്ടാണ് വെള്ളം എടുക്കേണ്ടത്. ചൂടുവെള്ളം ആദ്യം തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ചോയ്സ് കേട്ടോ. എല്ലാവരും നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ അങ്ങോട്ട് ചോറ് ആക്കിയെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വെന്ത് പോകരുത്. കാരണം ഇനി ദമ്മും കൂടി കിടക്കുമ്പോൾ അപ്പോൾ നമ്മൾ നെയ്ച്ചോറിൽ കുറച്ചങ്ങോട്ട് വേവ് കുറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ദമ്മിടുമ്പം റെഡി ആയിക്കോളും. അപ്പോൾ അതിലേക്ക് ഞാൻ സ്പൈസസ് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്പൈസസ് ആയിട്ട് ചേർത്തിട്ടുള്ളത് കറുവപ്പട്ട ഉണ്ട്, ഗ്രാമ്പുണ്ട്, ഏലക്കായ ഉണ്ട്. നമുക്ക് ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഡബിൾ വെള്ളം എടുത്തിട്ടുണ്ട്, ചൂടുവെള്ളം. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് ഒരു മൊഞ്ച് കൂടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ തട്ടിക്കൂട്ട് ബിരിയാണി ആണെങ്കിൽ ക്യാരറ്റ് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏതാണോ നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് കൊടുത്തിട്ട് ഇനി നോർമൽ പോലെ തന്നെ നെയ്യ് വേണമല്ലോ അല്ലേ, നെയ്ച്ചോറാണല്ലോ. അപ്പം നെയ്യ് നമ്മളിതിന് മേലെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട്, ചോയ്സിനനുസരിച്ചിട്ട് നെയ്യ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് നെയ്ച്ചോറാക്കിയിട്ട് എടുക്കുക. അത്രേ പരിപാടിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം അല്ലേ. അപ്പോൾ നമ്മളിതാ നെയ്യിൽ ഉള്ളി, സവാളനെ നന്നായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞിട്ട് ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നെയ്യിൽ തന്നെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ നെയ്യിനെ നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം, വേസ്റ്റായി പോകുന്നില്ല. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കുകയാണ്. അപ്പോൾ ചോറ് ആവുന്നതിൻ്റെ ഇടയിൽ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അവിടെ ചോറ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാല ഓൾറെഡി റെഡിയായി. അങ്ങനെ അതേ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിനെ കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചെമ്മീൻ്റെ അടപ്പ് തുറക്കാമല്ലേ. ചോറ് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ മസാല അടുപ്പത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുള്ളത് ചെമ്മീൻ മസാലനെ. അപ്പോൾ അതേ ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചൂടിൽ കിടന്നിട്ട് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളൊരു വെള്ള തുണി, ക്ലീൻ ആയിട്ടുള്ള വൈറ്റ് തുണിയാണ് കേട്ടോ, നമ്മൾ യൂസ് ചെയ്യാത്ത തുണിയാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ചിലപ്പോൾ വാഴൻ്റെ ഇല ഉണ്ടെങ്കിൽ വാഴൻ്റെ ഇല വെച്ച് കൊടുക്കാം. നമ്മളിവിടെ നോർമലി യൂസ് ചെയ്യാറുള്ളത് ഉപയോഗിക്കാത്ത വൈറ്റ് നല്ല വൃത്തിയുള്ള തുണി മുറിച്ചിട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിനും മസാലക്കും ഒരു സെപ്പറേഷൻ എന്നുള്ള രീതിയിൽ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വെക്കാണ്ട് നമുക്ക് ദമ്മിടാം. ഇനി നമ്മൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അഗെയിൻ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് വേവ് കൂടിയിട്ടൊന്നും അല്ല കേട്ടോ, കാരണം പാത്രത്തിലിട്ട് വെച്ചുകൊണ്ട് ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ സവാള പിന്നെ കറിവേപ്പില കേട്ടോ, കറിവേപ്പില വറുത്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത്ര ഇടുന്നുള്ളൂ. ഇനി ഇതിനെ ദമ്മിടുകയാണ്. ദമ്മ് നമ്മളൊരു 15 മിനിറ്റൊക്കെ ദമ്മിട്ടാൽ മതി കേട്ടോ, ചെറിയ ചൂടിൽ. അങ്ങനെ സെറ്റായിട്ടുണ്ട് സാധനം. പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ ഫ്രൈ ഉണ്ട്, ചമ്മന്തി ഉണ്ട്, സാലഡ് ഉണ്ട്. അപ്പോൾ എല്ലാവരും